പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കവേ കേരളത്തിൽ നിന്നുമുള്ള ബിജെപിയുടെ ആദ്യത്തെ എംപിയായ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രതിജ്ഞ ചെയ്യാൻ പീഠത്തിലേക്ക് കയറിയതോ ദൈവവിളിയോടുകൂടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് ചൊല്ലിക്കൊണ്ടാണ് പീഠത്തിന് അരികിലേക്ക് സുരേഷ് ഗോപി എത്തിയത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നോക്കി തൊഴുതാണ് സീറ്റിലേക്ക് മടങ്ങിയത്. നീതി നിഷേധത്തിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ ആർക്കും ആയില്ല. ശ്രീ സുരേഷ് ഗോപി കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. ഇപ്പോൾ പ്രാർത്ഥന നല്ലതാണ്. ദൈവാനുഗ്രഹം കൊണ്ടാണ് ജയിച്ചതെന്നും മുൻപ് പറഞ്ഞിരുന്നു. വോട്ട് ചെയ്ത ജനങ്ങൾക്കല്ല ആ ജയിച്ചതിന്റെ ക്രെഡിറ്റ് നൽകിയത്, അതും ഈശ്വരനായിരുന്നു. ഇപ്പോൾ മലയാളത്തിൽ ദൈവത്തെ വിളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ ഒന്നോർക്കണം, ഇനിയുള്ള മോദി സർക്കാരിന്റെ ഭരണം അത്ര എളുപ്പമാവില്ല. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളെ എതിർക്കാനും ശബ്ദമുയർത്താനും ഇനി ഇന്ത്യ സഖ്യമുണ്ട്. ഇപ്പോൾ പ്രതിഷേധിക്കാൻ കഴിയുമെങ്കിൽ മോദി ഭരണത്തിൽ ജനവിരുദ്ധ വികാരങ്ങളോ ഇപ്പോൾ ചെയ്ത പോലെയുള്ള മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ അപ്പുറമായിരിക്കും പ്രതിഷേധം. വിചാരിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കാതിരുന്നാൽ പിന്നെ എല്ലാവർക്കും കൂട്ടത്തോടെ ദൈവതിരുസന്നിധിയിലേക്ക് പോവുകയും പ്രാർത്ഥനയിൽ ഏർപ്പെടുകയും ചെയ്യാം. വന്നു കയറിയതും മോദിക്ക് ഇന്ത്യ സഖ്യം ഒരു പണി കൊടുത്തു. പ്രോംടോം സ്പീക്കർ സ്ഥാനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച ഇന്ത്യ സഖ്യം ചെയർമാൻ പാനലിലേക്കുള്ള ക്ഷണം തള്ളിയാണ് പ്രതിഷേധം അറിയിച്ചത്. ഇന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയെങ്കിൽ വരും നാളുകളിൽ ഇതിനേക്കാൾ കഠിനമായ പ്രതിഷേധങ്ങളും അവർക്ക് ഉയർത്താൻ സാധിക്കും. ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് മോദിയുടേതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മാവേലിക്കര എംപിയുമായ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. അതുപോലെ തന്നെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ നേതാവാക്കാൻ ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ നാടകമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു നേതാക്കന്മാരിൽ നിന്ന് സീനിയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി സുരേന്ദ്രൻ രംഗത്ത് വന്നത്. ഇതിനെതിരെയുള്ള നല്ല കനത്ത മറുപടിയും കൊടിക്കുന്നിൽ സുരേഷ് നൽകിയിട്ടുണ്ട്. മോദിയേക്കാൾ സീനിയറാണ് നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് എന്നിവർ. എന്നിട്ട് എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് പകരം ഇവരെ പ്രധാനമന്ത്രിയാക്കുന്നില്ല? ഇവിടെയും സീനിയർ ഇവരൊക്കെയാണ്, പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്ത് മോദി മാത്രം. മോദി ആധിപത്യം തുടരുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ നാടകമാണിതെല്ലാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി.